ഹലോ, എല്ലാവർക്കും എസ്.സി.ആർ.ടി സമഗ്രയിലേക്ക് സ്വാഗതം. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ ബി.ആർ. അംബേദ്കർ ആണ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്ന ഡേറ്റ് എന്നാണ്? 1946 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ചിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്. 1946 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ചിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്. സാരെ ജഹാം സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിന്റെ രചയിതാവ് ആരാണ്? സാരെ ജഹാം സെ അച്ഛ എന്ന ഗാനത്തിന്റെ രചയിതാവ് അല്ലാമ മുഹമ്മദ് ഇക്ബാലാണ്. ഓൺ വിച്ച് ഡേ ഈസ് സംവിധാൻ ദിവസ് സെലിബ്രേറ്റഡ് ഇൻ അവർ കൺട്രി? On which day is Samvidhan Divas celebrated in our country? November 26. Answer November 26. Okay, next question. Indian Constitution officially came into existence in the year. Indian Constitution officially came into existence in the year 1950 January 26. 1950 January 26. Indian Constitution officially came into existence. Okay. കാനഡ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങളിൽ ചുവടെ ചേർക്കുന്നത് ശരിയായത് ഏതാണ്? കാനഡ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങളിൽ ചുവടെ ചേർക്കുന്നത് ശരിയായത് ഏതാണെന്ന്? അർദ്ധ ഫെഡറൽ സംവിധാനം. അർദ്ധ ഫെഡറൽ സംവിധാനം കാനഡ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടതാണ്. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് ആണ് ശിഷ്ടാധികാരങ്ങൾ എന്ന ആശയം. ശിഷ്ടാധികാരങ്ങൾ എന്ന ആശയം കടം കൊണ്ടിട്ടുള്ളത് കാനഡൻ ഭരണഘടനയിൽ നിന്നാണ്. തേർഡ് ഓപ്ഷൻ ആണ് നിർദ്ദേശക തത്വങ്ങൾ. നിർദ്ദേശക തത്വങ്ങൾ കടം കൊണ്ടിട്ടുള്ളത് അയർലൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രസ്താവനകൾ തെറ്റേതാണ്? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ ആണ് ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന നിർദ്ദേശം അംഗീകരിച്ചത് 1947 ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിലാണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന നിർദ്ദേശം അംഗീകരിച്ചത് 1947 ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിലാണ്. സെക്കൻഡ് ഓപ്ഷൻ ആണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. കറക്റ്റ് ആണ് ആ സ്റ്റേറ്റ്മെന്റ്. ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതോ ഈ സമ്പൂർണ്ണ സമ്മേളനത്തിലൂടെയാണ്. ലക്ഷ്യപ്രമേയം അംഗീകരിച്ചത് ഈ സമ്പൂർണ്ണ സമ്മേളനത്തിലൂടെയാണ്. ആ 3 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു എതിർത്തു. തെറ്റാണ്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് നെഹ്റു ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ഓപ്ഷൻ പറയാം. ഡോക്ടർ ബി.ആർ. അംബേദ്കർ, ഭരണഘടനാ നിർമ്മാണ സഭ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാന് ഡോക്ടർ ബി.ആർ. അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിനാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിനാണെന്ന് ഓപ്ഷൻ പറയാം. ബ്രസീൽ, ബ്രിട്ടൻ, ഇന്ത്യ, ഓസ്ട്രേലിയ. ഇതിൽ ഏതാണ് എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത്? ബ്രിട്ടനാണ്. ബാക്കി ബ്രസീലിനും ഇന്ത്യ, ഓസ്ട്രേലിയ ഒക്കെ എഴുതപ്പെട്ട ഭരണഘടന ഉള്ളതാണ്. എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? അത് ബ്രിട്ടനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്ന വർഷം ഏതാണെന്ന്? ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വരുന്നത്. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത്. ദേശീയ മുദ്രയായിട്ട് അശോക സ്തംഭത്തെ അംഗീകരിച്ച ഡേറ്റ് എന്നാ? ദേശീയ മുദ്രയായി അശോക സ്തംഭത്തെ അംഗീകരിച്ച ഡേറ്റ് ആണ് 1950 ജനുവരി 26 ദേശീയ മുദ്രയായിട്ട് അശോക സ്തംഭത്തെ അംഗീകരിച്ചത്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്? ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്? അത് ബംഗാളി ഭാഷയിലാട്ടോ. ബംഗാളി ഭാഷയിലാണ് വന്ദേ മാതരം രചിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അടിയന്തരാവസ്ഥ എന്ന വ്യവസ്ഥ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത്? അടിയന്തരാവസ്ഥ എന്ന വ്യവസ്ഥ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത്? അത് ജർമ്മൻ ഭരണഘടന. അടിയന്തരാവസ്ഥ എന്ന വ്യവസ്ഥ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് കടം കൊണ്ടിട്ടുള്ളത്? ജർമ്മൻ ഭരണഘടനയിൽ നിന്നാണ് അടിയന്തരാവസ്ഥ എന്ന ആശയം കടം കൊണ്ടിട്ടുള്ളത്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ
കീഴിൽ എത്ര ഔദ്യോഗിക ഭാഷകൾ അംഗീകരിച്ചിട്ടുണ്ട്? ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിന് കീഴിൽ എത്ര ഔദ്യോഗിക ഭാഷകളാണ് അംഗീകരിച്ചിട്ടുള്ളത്? 22 ഭാഷകളാണ്. 22 ഭാഷകൾക്കാണ് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. 22 ഭാഷകളാണ്. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ്. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവാണ് 450 × 300 മില്ലിമീറ്റർ. 450 × 300 mm ആണ്. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VIP വിമാനങ്ങൾ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് എത്രയാണ്? 450. 450 × 300 മില്ലിമീറ്റർ ആണ് ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VIP വിമാനങ്ങൾ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാട്ടോ. ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. താഴെ കൊടുത്തിരിക്കുന്നവരിൽ നിന്ന് എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള ഏത് രാജ്യത്താണ്? അത് ബ്രിട്ടനാണ്. എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യം ബ്രിട്ടനാണ്. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ്ണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചതെന്ന? ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ്ണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ച ഡേറ്റ് ആണ് 1947 ജൂലൈ 22. 1947 ജൂലൈ 22 ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ്ണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജൂലൈ 22. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗാ നദിയാണ് ഇന്ത്യയുടെ ദേശീയ നദി. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാരാ? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത്. ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്രയാണ്? ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം 52 സെക്കൻഡ് ആണ്. വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തിന്റെ രചയിതാവ് ആരാ? വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തിന്റെ രചയിതാവ് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തിന്റെ രചയിതാവ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഇന്ത്യ ദേശീയ പതാകയിൽ സമാധാനത്തിന്റെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറമാണ് ഏത് നിറം? ഇന്ത്യൻ ദേശീയ പതാകയിൽ സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറമാണ് ഏത് നിറം? വെള്ള നിറം ട്ടോ. വെള്ള നിറമാണ് സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറമാണ് വെള്ള നിറം. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കാൻ എത്ര സമയമെടുക്കും? ആലപിക്കേണ്ട സമയദൈർഘ്യമാണ് 52 സെക്കൻഡ് ട്ടോ. 52 സെക്കൻഡ് ആണ്. ജനഗണമന ആലപിക്കേണ്ട സമയദൈർഘ്യമാണ് 52 സെക്കൻഡ് ആണ്. ഓക്കെ, താങ്ക് യു.